ഹായ് ഹലോ, നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു മിനി വ്ലോഗ് കേട്ടോ. അത് ഇന്ന് ശനിയാഴ്ചയാണ്. രാവിലെ എണീറ്റു. കഴിഞ്ഞ ദിവസമൊന്നും അരിയൊന്നും വെള്ളത്തിടാത്തത് കൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. കുറച്ച് ഫ്രൂട്ട്സ് ഇരിപ്പുണ്ടായിരുന്നു, പിള്ളേർക്ക് പാലും കൊടുത്തു, അത് കഴിച്ചു കേട്ടോ. പിന്നെ എന്നെ സംബന്ധിച്ച് എനിക്ക് വേറെ ഫുഡൊന്നും വേണ്ടല്ലോ. അപ്പോൾ ഇന്ന് രാവിലെ ഉച്ചയ്ക്കും ചോറാണ് കേട്ടോ. കാരണം എന്നോട് ചൂരമീൻ മേടിച്ചിട്ട് വരാം, പിന്നെ കുറച്ച് ചീനിയൊക്കെ മേടിച്ചിട്ട് വരാം, ഫുഡ് വെക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ശരി, ഇതൊന്നും എനിക്ക് കഴിക്കാൻ പറ്റത്തില്ലല്ലോ. ഞാൻ മുന്നേ പറഞ്ഞ എനിക്ക് എന്താ കഴിച്ചൂടെ എന്ന് ചോദിക്കരുത്, ഞാൻ ഡയറ്റാണ്, അത് ഓർമ്മിരിക്കണം. അപ്പം ഞാൻ വിചാരിച്ചു കുഴപ്പമില്ല വെക്കാം എന്നൊക്കെ പറഞ്ഞ് ഇരുന്ന് ചട്ടിയൊക്കെ കഴുകി വെച്ചു. പിന്നെ ഞാൻ ഇതിന് മുന്നേ ഉണ്ടല്ലോ, ഈ വീഡിയോ എടുക്കുന്നതിന് മുന്നായിട്ട് ഞാൻ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും തക്കാളിയൊക്കെ അരിഞ്ഞ് വെച്ചേക്കോട്ടോ. അതാണ് ഞാൻ ഈ ബോക്സിനകത്ത് എടുത്ത് മാറ്റി വെക്കുന്നത്. ഇത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത് നമുക്ക് വീഡിയോ എടുക്കാമെന്ന്. അപ്പോൾ ഇതേ ഏട്ടൻ കൊണ്ടുവച്ച മീൻ കണ്ടോ, വങ്കട. ഇതിൻ്റെ ഒരു ഷോർട്സ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഫിഷ് കട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് നിങ്ങളൊന്ന് കണ്ടു നോക്ക്. അപ്പോൾ ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് കുറച്ച് മെനക്കേടായിരുന്നു കേട്ടോ. കാരണം കൈ വയ്യാത്തതുകൊണ്ട് ഇതിൻ്റെ തൊലി ഉരിഞ്ഞെടുക്കുന്നത് നല്ല പാടായിരുന്നു. പിന്നെ നേരെ വന്ന് നമ്മുടെ സിങ്കിൽ പാത്രങ്ങളും പിന്നെ ആ കത്തിയും അത് കൊണ്ടുപോയ പാത്രം എല്ലാം കഴുകി അങ്ങ് വൃത്തിയാക്കി മാറ്റി. ഞാനേ നിങ്ങളൊരു കാര്യം പറയട്ടെ. അതായത് നമ്മൾ ഈ കാണുന്ന ഒരു മിനിറ്റിലെ ഷോർട്സ് ആയാലും അല്ലെങ്കിൽ കുറച്ച് ആരുടെ ആണെങ്കിലും ഒരു ജനറലായിട്ടുള്ള കാര്യം പറയാം കേട്ടോ. എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നിയിട്ടുള്ളതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ആ രീതിയിൽ എഴുതാം. അതായത് നമ്മളിപ്പോൾ കാണുന്നതൊന്നും ആയിരിക്കത്തില്ല ഒരാളുടെ ലൈഫിൽ. ഇപ്പോൾ സപ്പോസ് എൻ്റെ കാര്യങ്ങളും ഞാൻ ഈ ഒരു മിനിറ്റ് അല്ലെങ്കിൽ കുറച്ച് വീഡിയോസിനകത്ത് മാത്രം കാണിക്കുന്നതായിരിക്കത്തില്ല നമ്മുടെ ഒന്നും ജീവിതം കേട്ടോ. അപ്പോൾ ഇത് കാണുന്നതായിരിക്കും എന്ത് അടിപൊളിയാണ്, വാവ് സൂപ്പർ, അങ്ങനെയൊന്നും അല്ല കേട്ടോ. എല്ലാവരുടെ ലൈഫിലും ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഈ ഞാൻ ഇന്ന് മീൻ വെട്ടുന്നെങ്കിലും എൻ്റെ മനസ്സിലും എനിക്കും ഉണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ. അങ്ങനെ ഓരോരുത്തർക്കും ഇവർ അല്ലെങ്കിൽ ഞാനോ അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ മാത്രം, അല്ലാണ്ട് നമ്മൾ ഈ കരയുന്നതും ഒരാളുമായിട്ട് പോയി വഴക്കിടുന്നതോ അല്ലെങ്കിൽ നമ്മളെ വിഷമിപ്പിക്കുന്നതോ ഒക്കെ കാര്യങ്ങൾ ആ സമയത്തൊന്നും നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റത്തില്ല. നമ്മൾ കുറച്ച് ഹാപ്പി ആയിട്ടിരിക്കും, മറ്റുള്ളവർക്ക് നല്ല പോസിറ്റീവായിട്ട് തോന്നുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ മറ്റുള്ളവരെ കാണിക്കാൻ ശ്രമിക്കുന്നത് അല്ലേ. അപ്പം ഈ വീഡിയോസ് കണ്ടിട്ടോ അല്ലെങ്കിൽ മറ്റാരുടെ വീഡിയോസ് കണ്ടിട്ടോ നമ്മൾ വിചാരിക്കും വാവ് സൂപ്പർ ആണെന്ന്. പക്ഷെ എന്നാലും എന്നെ സംബന്ധിച്ച് ഞാൻ പറയാം, എനിക്ക് എന്നാലും തോന്നിയിട്ടുള്ള ആൾ അടിപൊളിയാണ്, അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരേ ഒരു യൂട്യൂബർ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസറായിട്ട് തോന്നിയിട്ടുള്ള നമ്മുടെ പേളി മാണി കേട്ടോ. അപ്പം എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുള്ളിക്കാരിയെ, ഭയങ്കര ഇഷ്ടമാണ്, സംസാരമായാലും എല്ലാം. അപ്പം മറ്റാരുടെ ആയാലും അവരുടെ ലൈഫിലായാലും പ്രശ്നങ്ങൾ കാണും. ഞാനീ പറഞ്ഞു വരുന്നത് ഈ വീഡിയോ കാണുമ്പോൾ വാവ് സൂപ്പർ അടിപൊളി അങ്ങനെ പറയരുത് കേട്ടോ. അങ്ങനെ പറയരുതെന്ന് വെച്ചാൽ ഞാനും അങ്ങനെയായിരുന്നു ചിന്തിക്കുന്നത്. പക്ഷെ അങ്ങനെ അല്ല കേട്ടോ. നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഞാൻ വീഡിയോസൊക്കെ ചെയ്തിട്ട് ഞാനൊരു വ്യൂവേഴ്സിനെ പോലെ ഞാൻ എൻ്റെ വീഡിയോ ഇരുന്ന് കാണുമ്പോൾ ഞാൻ ചോദിച്ചാൽ എന്ത് അടിപൊളിയല്ലേ, ഇത്രയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, ഒരു പ്രശ്നമില്ല, എന്ത് സുഖമായിട്ട് ജീവിക്കുന്നു. അങ്ങനല്ല, എല്ലാവരുടെ ജീവിതത്തിലും പ്രശ്നങ്ങളില്ലാത്തതായിട്ട് മനുഷ്യന്മാർ ആരും ഇല്ല കേട്ടോ. അതുപോലെ സങ്കടങ്ങളും എത്രയോ ദിവസങ്ങളിൽ മാക്കം ഞാൻ ഇവിടെ നിന്ന് കരഞ്ഞിട്ടുണ്ടെന്ന് അറിയാമോ. അതിനൊന്നും ഒരു കുറവ് നമ്മൾ വരുത്താറില്ല. സങ്കടം വന്നാൽ കരയണം, സന്തോഷം വന്നാൽ ചിരിക്കണം, മറ്റുള്ളവർക്ക് നല്ലത് മാത്രം കാണിച്ചു കൊടുക്കുക കേട്ടോ. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ യൂട്യൂബേഴ്സും അവരുടേതായിട്ടുള്ള റീൽസ് അല്ലെങ്കിൽ വീഡിയോസൊക്കെ ഇടുമ്പോഴത്തേന് മറ്റുള്ളവർക്ക് നല്ലത് മാത്രം അല്ലെങ്കിൽ നല്ലത് ചിന്തിക്കുക എന്ന രീതിയിൽ മാത്രം കാണിക്കുവാണ് കേട്ടോ. അപ്പം എന്നെ സംബന്ധിച്ച് ഞാനും അതുപോലെയൊക്കെയാണ് ചെയ്യുന്നത് കേട്ടോ. ഞാൻ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എനിക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ലായിരുന്നു എങ്ങനെ ചെയ്യണം എന്ത് ചെയ്യണം എന്നൊക്കെ. എല്ലാവരും പറയും ചെയ്യുന്നു, അത് ഓക്കെ, അത് നമുക്കൊരു സപ്പോർട്ടാണ് കേട്ടോ. അപ്പം ഞാൻ ആദ്യം വെച്ച് ഏത് തരത്തിലുള്ള വീഡിയോസ് എടുക്കണമെന്നൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. പിന്നെ വലിയ കുഴപ്പമില്ലാണ്ട് കുക്കിംഗ് ഞാൻ ചെയ്യും. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചു കുക്കിംഗ് ഒക്കെ ചെയ്യാമെന്നേ. അപ്പോൾ ആദ്യം കുക്കിംഗ് ഒക്കെ ചെയ്യുമ്പോഴത്തേന് ഞാൻ പിന്നെ വിചാരിക്കും ഈ ഹൈ എൻഡ് ക്യാമറയൊക്കെ വെച്ചിട്ട് ഒരുപാട് പേര് എന്താ പറഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് കുക്കിംഗ് വീഡിയോസ് മാത്രം എടുക്കുന്നത്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഈ കോമ്പറ്റീഷൻ എന്ന് പറയുന്ന കാര്യവും അത് നമ്മൾ നോക്കണം കേട്ടോ ഈ ഒരു ഫീൽഡിൽ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് പിടിച്ചേക്കണ്ടേ. പിന്നെ ഈ സാധാ ആൾക്കാർക്ക് കാണണമെങ്കിൽ നല്ല രീതിയിൽ വെക്കുകയും വേണം. അപ്പം അതൊക്കെ വെച്ചിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു ചാനലാക്കിയായിരുന്നു ഞാൻ കൊണ്ടുപോകുന്നത് കേട്ടോ. പിന്നെ എന്നെ സംബന്ധിച്ചാണെങ്കിൽ ഞാൻ അങ്ങനെ റെഗുലറായിട്ട് വീഡിയോസ് ഒന്നും ഇടാത്ത ഒരാളായിരുന്നു. എപ്പോഴെങ്കിലും ഒന്ന് ഇടും, പിന്നെ ഏതെങ്കിലും ഒരു വീഡിയോക്ക് ഇച്ചിരി റീച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും കാണുമെന്നെങ്കിൽ പിന്നെ അതും കണ്ടുകൊണ്ടിരിക്കും. ഓക്കെ ഇതിപ്പോൾ പോട്ടെ. പക്ഷെ അങ്ങനെ അല്ലായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അങ്ങനെ കണ്ടിന്യൂസ് ഇടാത്തത് കൊണ്ട് തന്നെ ഇടയ്ക്ക് കുറേ വീഡിയോസിന് റീച്ച് കുറയുകയും ചെയ്യും. പിന്നെ ഞാൻ ഇപ്പം കുറച്ച് നാളായിട്ടാണ് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടുന്നത്. അപ്പം അതിന് നമുക്കൊരു എന്താ പറയുക, നമ്മുടെ മനസ്സിനും കൂടെ തോന്നണം നമ്മൾ ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ അത്ര ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണെന്ന്. മുന്നേ എന്നെ സംബന്ധിച്ച് എനിക്ക് സത്യം പറഞ്ഞാൽ പറഞ്ഞു തരാനോ ആളില്ലായിരുന്നു. ഒരുപാട് പേരോട് ചോദിച്ചിട്ടും ഉണ്ട്. പക്ഷെ എല്ലാവരും നമുക്ക് കറക്റ്റായിട്ട് പറഞ്ഞു തരണമെന്നില്ലല്ലോ. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം കേട്ടോ. നമ്മുടെ ഈ ഒരു യൂട്യൂബ് ഫീൽഡിൽ നിൽക്കുന്ന ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ആണെങ്കിലും എനിക്ക് പേഴ്സണലി അറിയുന്ന കുറച്ച് പേരുണ്ട്. അതിൽ നല്ല ആൾക്കാരും ഉണ്ട്, ചീത്ത ആൾക്കാരെന്നല്ല. ഒരു ഫെയിമായി കഴിയുമ്പോഴത്തേന് പിന്നെ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ മാറുന്ന ഒരുപാട് പേരെ എനിക്ക് പേഴ്സണലി അറിയാൻ കേട്ടോ. അപ്പം അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് എനിക്കറിയത്തില്ല, നമ്മളും എല്ലാവരും ഒരു സാധാ രീതിയിൽ നിന്ന് തുടങ്ങി പോകുന്നതാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ ആയിക്കഴിഞ്ഞാൽ അങ്ങനൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഞാൻ നേരിട്ടും കണ്ടിട്ടുണ്ട് ഒരുപാട് പേരുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇവിടെ ഇത് കാര്യം പറയാനുള്ള കാരണം. അപ്പം തുടക്കത്തിൽ
ഇതുപോലെ വന്നിട്ട് ഇതാകുമ്പം ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കാൻ ചോദിച്ചാലും അപ്പം പറ്റത്തില്ല എന്ന രീതിയിൽ വരെ പറഞ്ഞ് ഒരുപാട് പേരെ എനിക്കറിയാം, പേഴ്സണലി ഞാൻ കണ്ടിട്ടുമുണ്ട് കേട്ടോ. അപ്പം ഒന്നും അല്ല, നിങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു യൂട്യൂബർ അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസേഴ്സും എങ്ങും എത്തത്തില്ല അല്ലേ. വ്യൂവേഴ്സ് കാണാനില്ലാന്നുണ്ടെങ്കിൽ പിന്നെ ആരാണുള്ളതല്ലേ. അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ പറയും കേട്ടോ, ഞാൻ ഈ ഓരോ വീഡിയോസ് ഇടുമ്പോൾ ഞാൻ പറയത്തില്ലേ കമൻറ്റ് ചെയ്യണം, അത് ചെയ്യണമെന്നൊക്കെ, അത് എൻ്റെ സന്തോഷം കൊണ്ട്, അല്ലാണ്ട് ചുമ്മാ എനിക്ക് നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും കമൻറ്റ്സ് ഇട്ട് എൻ്റെ വീഡിയോസിന് റീച്ച് കിട്ടാനല്ല. കമൻറ്റ്സിലൂടെ ഓരോന്ന് വായിക്കുമ്പോഴാണ് എനിക്ക് സന്തോഷം. ഞാൻ മുന്നേ പറഞ്ഞ പോലെ എനിക്ക് നെഗറ്റീവായാലും പോസിറ്റീവായാലും ഞാൻ ഒരേ സെൻസിൽ എടുക്കുന്ന ഒരാളാണ് എന്ന് പറഞ്ഞാൽ അത്ര മോശം കമൻ്റ് ഒന്നും ഇടരുത്. ഞാൻ മര്യാദയ്ക്കാണ് എൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, അത് നിങ്ങൾ മറക്കരുത്. അപ്പം എൻ്റെ മീൻകറിയെ പറ്റി പറയാട്ടോ. ഇന്ന് ഞാൻ ചൂരമീന കിട്ടുന്നതെന്ന് പറഞ്ഞിട്ട് അതിന് വെക്കാനിരുന്ന കണക്കാണ് ഞാൻ ഇന്ന് വങ്കട വെച്ച് വെക്കുന്നത് കേട്ടോ. അപ്പം വെളുത്തുള്ളി കാര്യങ്ങളൊക്കെ സാധാരണയാണെങ്കിൽ തേങ്ങ അരച്ച് വെക്കുന്നത്, ഇതിപ്പോൾ ലാസ്റ്റ് വന്നപ്പോഴത്തേന് കുറച്ച് എരിവും പുളിയൊക്കെ കുറവ് തോന്നിയത് കൊണ്ട് തന്നെ കുറച്ച് തിക്കാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങയും കൂടെ അരച്ച് ചേർത്ത് കേട്ടോ. അപ്പം അങ്ങനെയാണ് വങ്കട വെക്കുന്നത്. ഈ സമയത്തൊക്കെ നല്ല മണമുണ്ട്. പണ്ട് ആരോ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഈ കറിയൊക്കെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ നല്ല മണം വരുവാന്ന്, ഈ കഴിക്കാൻ ഒരു ടേസ്റ്റും കാണത്തില്ലെന്ന്. ഇനി ആ അവസ്ഥയാണോ എൻ്റെ മീൻ കറിക്കൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ മീൻകറിയും ചീരത്തോരനും മീൻ ഫ്രൈയും പിന്നെ കുറച്ച് കുക്കുംബറും സാലഡും കൂടെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അതൊരു പുതിയ രീതിയിൽ റെഡിയാക്കുവാണ്. അത് എനിക്ക് വേണ്ടിയിട്ടാണ് കൂടുതൽ എടുക്കുന്നത്. പിന്നെ ഇവിടെ ആർക്കെങ്കിലും വേണമെങ്കിൽ കൊടുക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ ലഞ്ച് വരുമ്പോഴത്തേന് 2 എഗ്ഗും ഈ സാലഡും ആണ് കേട്ടോ, പിന്നെ ഒരു കോഫി. അപ്പം ഇത്രയൊക്കെ ഉള്ളു കേട്ടോ. ഞാൻ ഈ പറഞ്ഞത് വെച്ചിട്ട് ആരും ഒന്നും നെഗറ്റീവോ കാര്യങ്ങളൊന്നും വിചാരിക്കരുത്. എൻ്റെ മനസ്സിൽ തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. അത് പച്ച പരമാർത്ഥം എന്ന് പറഞ്ഞാൽ ഒരു റിയാലിറ്റിയാണ് കേട്ടോ. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അപ്പം ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. രാവിലെ ജോലിയുടെ ഇടയ്ക്ക് ഞാൻ ഈ വീഡിയോ എടുക്കുമ്പം എനിക്കൊരു സന്തോഷമുണ്ട് മനസ്സിൽ, ഇത് എഡിറ്റ് ചെയ്യുമ്പോൾ നിങ്ങളൂടെ കാണുമല്ലോ എന്ന് കേട്ടോ. അപ്പം എൻ്റെ കൂടെ കുക്കിങ്ങിനെ ഈ വീഡിയോ കണ്ട് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അതുപോലെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. എന്നും പറയുന്ന പോലെ കമൻറ്റ് ചെയ്യുക. വീഡിയോസ് എല്ലാം ബാക്കി പുതിയതായിട്ടെല്ലാം കാണുമെങ്കിൽ കയറി കാണാം കേട്ടോ. അപ്പം എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും പെട്ടെന്ന് തന്നെ കാണാം കേട്ടോ. അപ്പോൾ ഓക്കെ, ചാച്ചാ.